വിശ്വഗുരുവായ പരമഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ ഈ വിശ്വത്തിൻ്റെ എല്ലാ അന്ധകാരവും മാറ്റി ജ്ഞാനസ്വരൂപനായി ഒത്തിരി സൂര്യപ്രഭയോടുകൂടി അവതരിച്ച വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ്റെ ആത്മപ്രകാശ പൂർണിമയെ പരിപൂർണതയോടുകൂടി സ്വീകരിച്ച ഒരു ഗുരുവര്യൻ, ഗുരുശിഷ്യൻ ഡോക്ടർ തമ്പാൻ ഭൗതിക ജീവിതത്തിൻ്റെ വഴിയിലൂടെ, പഠന വഴിയിലൂടെ വരികയായിരുന്നു. ആ വരുമ്പോഴും അപ്രതീക്ഷിതമായോ ഒരുപക്ഷെ വിധി നിശ്ചയമോ പരമഗുരുവിൻ്റെ നിശ്ചയമോ മഹാഗുരുവായ നിത്യഗുരുവിനെ കാണുന്നു. ജ്ഞാനസ്വരൂപൻ എന്നതിന് ഏതെല്ലാം അർത്ഥതലങ്ങളുണ്ടോ അതൊക്കെ ചേർന്നതാണ് നിത്യഗുരു. ആ നിത്യഗുരുവിനെ കാണുമ്പോഴേക്ക് ഡോക്ടർ തമ്പാൻ എന്ന ഭൗതിക ജീവിതത്തിൻ്റെ സഞ്ചാരി, അറിവിൻ്റെ സഞ്ചാരി, ശാസ്ത്രസഞ്ചാരി, ജീവിതത്തിൻ്റെ സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിൽ വിസ്മയകരമായ മാറ്റം വരികയായിരുന്നു. അദ്ദേഹം പരമഗുരുവിൻ്റെ വഴിയിലൂടെ, നിത്യഗുരുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയായിരുന്നു. ആ സഞ്ചാരമെന്ന് പറയുന്നത് ഒരു വലിയ എത്ര ഗവേഷണ പഠന ഗ്രന്ഥങ്ങൾ എഴുതിയാലും മതി വരാത്തതായിരുന്നു. ഭൗതിക ജീവിതത്തിൻ്റെ സുഖത്തിനും മീതെ വിസ്മയാത്മകമായ ഒരു വലിയ ജ്ഞാനസുഖമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ തമ്പാൻ തന്മയ സ്വാമിയായി മാറുകയായിരുന്നു. ആ തന്മയ സ്വാമിയുടെ പഠന വഴി എത്രയാണെന്ന് ഇനിയും ബോധ്യപ്പെടാത്ത തരത്തിലായിരുന്നു. ആ പഠന വഴിയിൽ ജ്വലിച്ചു നിന്ന തൻ്റെ പൂർവികരായ നാരായണ ഗുരുദേവൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ടവരെ മുഴുവൻ ആത്മപൂർവ്വം അദ്ദേഹം സ്വീകരിച്ചു വച്ചിരിക്കുകയായിരുന്നു. വഴികൾ വ്യത്യസ്തമായ അദ്ദേഹം സ്വരൂപിക്കുമ്പോഴും ജ്ഞാനപ്രകാശം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെയെല്ലാം അദ്ദേഹം അറിയുകയായിരുന്നു. അറിഞ്ഞതിൻ്റെ മോചനമായിരുന്നു തന്മയ സ്വാമി എന്ന് പറയുന്നത്. ആഹാരത്തിലായിരുന്നാലും, ജീവിതത്തിലായിരുന്നാലും, വാക്കിലായിരുന്നാലും, ശാസ്ത്രത്തിലായിരുന്നാലും, ആത്മസഞ്ചാരത്തിലായിരുന്നാലും തന്മയസ്വാമി വളരെയേറെ വേറിട്ട് നിന്ന ഒരു ജ്ഞാനസ്വരൂപനായിരുന്നു. അദ്ദേഹം ആഹാരം നിഷ്കർഷിക്കുമ്പോഴും, അദ്ദേഹം ചുറ്റുവട്ടം തീരുമാനിക്കുമ്പോഴും, അദ്ദേഹം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും, ഗുരുക്കന്മാരോട് സംസാരിക്കുമ്പോഴും, അതുപോലെ തന്നെ മറ്റൊപ്പം ജീവിക്കുന്നവരോട് സംസാരിക്കുമ്പോഴും തന്മയസ്വാമിക്ക് ഒരു തന്മയീ ഭാവം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വിസ്മയകരമായ കാര്യം. ഈ തന്മയീ ഭാവം എവിടെ നിന്നായിരുന്നു? അത് മഹാഗുരു കൊടുത്തതാണ്. പ്രപഞ്ച മാതാവോ നാഥനോ കൊടുത്തതാണ്. പ്രപഞ്ച പിതാവ് കൊടുത്തതാണ്. ആ കൊടുത്തതിൽ നിന്നും അദ്ദേഹം പകർന്നു നൽകിയത് എത്ര ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആ സ്വീകരിച്ചവരുടെ ഹൃദയത്തിൽ അത്ഭുതാവഹമായ ഭാവത്തോടുകൂടി തന്നെ കാലാതീതമായി നിലകൊള്ളും എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിനെ കാണുകയുണ്ടായി. അന്ന് അദ്ദേഹം രോഗാതുരമായ ഒരവസ്ഥയിലായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ഒന്ന് വിറച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സ്വാമി, കണ്ടോട്ടോ എന്ന് ചോദിച്ചപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര വേണോ കണ്ടോളൂ എന്ന് പറഞ്ഞു. ആ എത്ര വേണോ കണ്ടോളൂ എന്ന് പറഞ്ഞത് ആ തന്മയീ ഭാവത്തെയാണ് കണ്ടോളൂ എന്ന് പറഞ്ഞത്. ആ ജ്ഞാനഭാവത്തെയാണ് കണ്ടോളൂ എന്ന് പറഞ്ഞത്. ആ ദൈവദശക പുണ്യത്തെയാണ് കണ്ടോളൂ എന്ന് പറഞ്ഞത്. ആ ശിവശതകത്തെയാണ് കണ്ടോളൂ എന്ന് പറഞ്ഞത്. ആ ആത്മോപദേശ ശതകത്തെയാണ് കണ്ടോളൂ എന്ന് പറഞ്ഞത്. ആ ചിജ്ജട ചിന്തനത്തെയാണ് കണ്ടോളൂ എന്ന് പറഞ്ഞത്. ഈ ഭാവങ്ങളെല്ലാം തന്നെ ഗുരുവിൻ്റെ സ്വരൂപങ്ങളെല്ലാം തന്നെ അദ്ദേഹവും ആ വിശ്വഗുരുവിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്തു. നടരാജഗുരുവിലൂടെ സ്വാംശീകരിച്ചെടുത്തു, മംഗളാനന്ദ സ്വാമിയിലൂടെ സ്വാംശീകരിച്ചെടുത്തു, അതുപോലെ തന്നെ നിത്യഗുരുവിലൂടെ സ്വാംശീകരിച്ചെടുത്തു. എല്ലാത്തിലും ഒപ്പം പത്മശ്രീ മുനി ഗുരുവിൽ നിന്നും സ്വാംശീകരിച്ചു. അവരിൽ തമ്മിലുള്ള ബന്ധം ഈ വർത്തമാനകാലത്ത് എത്ര അളന്നെടുത്താലും കഴിയാത്തതായിരുന്നു മുനിഗുരുവും തന്മയസ്വാമിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അവർ പരസ്പരം നോക്കിയിരുന്നത് പോലും ജ്ഞാനവഴിയിലൂടെയായിരുന്നു. അവർ പരസ്പരം സംസാരിച്ചതുപോലും
പ്രകൃതിയുടെയും വിശ്വത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഭാഷയിലായിരുന്നു. അവർക്ക് ഒരു പീഠ ഒരു ഉറുമ്പിന് പോലും വരുത്തരുത് എന്ന ലക്ഷ്യബോധത്തോടു കൂടിയായിരുന്നു തന്മയസ്വാമി ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ആഹാരം അദ്ദേഹം തീരുമാനിച്ചു, പാചകം ചെയ്തു. അദ്ദേഹം കഴിക്കുമ്പോഴും അവിടെയെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അത്ഭുത ജ്ഞാന സ്വരൂപ ഭാവം അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളോടൊപ്പമുള്ള ഭൗതിക ജീവിതം അവസാനിപ്പിച്ചെങ്കിലും തന്മയസ്വാമിയുടെ ആ പരിപൂർണ ജ്ഞാനപ്രകാശ സ്വരൂപം ആരാണോ പ്രപഞ്ചനാഥനെ പ്രപഞ്ചമാതാവിനെ അന്വേഷിച്ച് നടക്കുന്നത്, അതുപോലെ വിശ്വഗുരുവായ പരമഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ അന്വേഷിക്കുന്നത്, ഇവിടെയെല്ലാം ആദ്യത്തെ സ്പന്ദനം ജീവസ്പന്ദനം പ്രദാനം ചെയ്ത ആ മഹാശക്തിയെ അന്വേഷിക്കുന്നത്, നമുക്ക് കണ്ണും മൂക്കും നാക്കും എല്ലാം തന്ന ആ മഹാശക്തി സ്വരൂപനെ അന്വേഷിക്കുന്നത്, ഭഗവാൻ പറഞ്ഞതുപോലെ ഞാൻ സർവ്വതിലും സമമായി കുടികൊള്ളുന്നു. ആ സമമായി കൊണ്ട ഭാവത്തെ, ചൈതന്യത്തെ, വിശ്വപ്രഭയെ പൂർണ്ണമായി സ്വാംശീകരിച്ചെടുത്ത തൻ്റെ ആത്മാവിൽ സുഖസുന്ദരമായി സൂക്ഷിച്ച ആ തന്മയ സ്വാമിയെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അദ്ദേഹം എന്നും ഇവിടുത്തെ ചിന്തിക്കുന്നവരുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും ആത്മപ്രകാശമായി ഉണ്ടാകും എന്ന നിശ്ചയത്തോടു കൂടി ആ കാൽപാദങ്ങളിൽ പ്രണമിക്കുന്നു. 1 കോടി പ്രണാമം.